മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ അനുസ്മരണം നടത്തി. ഭരണിക്കാവ് കോൺഗ്രസ് ഭവനിൽ നടന്ന പരിപാടി കെപിസിസി സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷിത്വ ദിന അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. ഭരണിക്കാവ് കോൺഗ്രസ് ഭവനിൽ നടന്ന പരിപാടി കെപിസിസി സെക്രട്ടറി കറ്റാനം ഷാജി ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി വികസന കാര്യങ്ങൾ ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിമാർക്ക് ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യക്ക് പ്രാധാന്യം അതിലെടുത്ത് നമ്മുടെ നേതാക്കന്മാർ ഉണ്ടായതുകൊണ്ടിരിക്കുന്നത്. അന്ന് മതേതര ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാനും മതേതര രാജ്യം നിലനിർത്തുവാനും നമ്മുടെ നേതാക്കന്മാർ ശ്രമിച്ചുവെങ്കിൽ ഇന്ന് വർഗീയതയിലേക്ക് ഇന്ത്യയെ തള്ളിവിട്ടുകൊണ്ട് തനി ജാതി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ വിഭജിക്കാൻ നോക്കുന്ന പ്രധാനമന്ത്രിയും ഭരണകൂടവും ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു ദയനീയ സ്ഥിതി നമ്മൾ കാണുകയാണ്. അതിനൊരു മാറ്റമുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് നമ്മൾ ഉന്നതനായ നേതാവിന്റെയും ജനമുന്നതം ഇന്ന് 33ാം ജനമുന്നതം നമ്മളെല്ലാവരും ഉണ്ടായി. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങളും മതേതരത്വവും ജാതിവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ കഴിഞ്ഞ 6-7 വർഷക്കാലമായി 10 വർഷക്കാലമായി ഓരോ ദിവസം കഴിയുന്തോറും ഇന്ത്യയുടെ മതേതരത്വം നഷ്ടപ്പെടുത്തുമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ആ മതേതരം നഷ്ടപ്പെടുത്തുന്നതിന്റെ ജാതി രാഷ്ട്രീയത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് എത്തുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ വീണ്ടും ഒരു പഴയകാല ഇന്ത്യയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻവേണ്ടി സമരം നടത്തിയെങ്കിൽ മോദി സമരം നടത്തിയെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമ്മൾ പോരാടിയെങ്കിൽ ഇന്ന് ബാലറ്റിലൂടെ നമ്മൾ സമരം നടത്തിക്കൊണ്ട് വീണ്ടും പഴയകാല ഇന്ത്യയിലേക്ക് വരുവാൻ വേണ്ടി നടത്തുന്ന വലിയ ഒരു തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലേക്ക് നീക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ തന്നെയും ഭൂമി രാജ്യമുള്ളിടത്തോളം കാലം ഇന്ത്യ മഹാരാജ്യമുള്ളിടത്തോളം കാലം നെഹ്റു കുടുംബത്തെ ഓർക്കുന്നതോടൊപ്പം തന്നെ ചെറുപ്പക്കാരുടെ മനസ്സിൽ എന്നും വികാരമായി മാറിയിട്ടുള്ള രാജീവ് ഗാന്ധി നമുക്കൊക്കെ എന്നും ഒരു മാർഗദർശിയും വികാരവുമായി മുന്നോട്ട് പോകുവാൻ എല്ലാ നാടുകളിലും നമ്മൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് പുത്തൻ തലമുറകൾക്ക് വലിയ ഒരു പ്രതീക്ഷ നൽകുവാൻ കഴിഞ്ഞിട്ടുള്ള പ്രിയങ്കനായ നേതാവ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് എന്നും പ്രതീക്ഷ നൽകുവാൻ വേണ്ടിയിട്ടുള്ള നേതാവായിരുന്നു എന്നുള്ളതുകൊണ്ടും അദ്ദേഹത്തിന്റെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശിരസ് നമിച്ചുകൊണ്ട് നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ നേതാക്കന്മാരും പ്രിയങ്കനായ നേതാവിനെ അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ മുന്നിൽ തലകളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ യോഗം ഔപചാരികമായി നമസ്കാരം. മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും ഡിസിസി അംഗവുമായ എൻ വാസുദേവൻ, ഡിസിസി അംഗങ്ങളായ ചേലക്കാട്ട് രാധാകൃഷ്ണൻ, കട്ടച്ചിറ ശ്രീകുമാർ, വേണുഗോപാൽ തെങ്ങന്തറയിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി ലീഡറുമായ KR ഷൈജു, KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം K രഘുകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം സദാശിവൻ പിള്ള, ശരത് കുമാർ, N ശങ്കരൻകുട്ടി, രാധാകൃഷ്ണപിള്ള, ബാബുരാജ്, സുധാകരൻ, കുഞ്ഞുമോൻ പറമ്പിൽ, ഷിബിൻ, സജി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കറ്റാനം.